അവിടുത്തെ ഡോക്ടേഴ്സ് റിഫ്യൂസ്ഡ് ടു പുട്ട് മീ ഇൻ എ വെയിറ്റ് ലോസ് പ്രോഗ്രാം. അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ലോസ് പറ്റില്ല, കാരണം ഓൾറെഡി ഐഡിയൽ വെയിറ്റിനേക്കാൾ ഒരുപാട് താഴെയാണ്, വെയിറ്റ് ലോസ് പറ്റില്ല എന്ന് പറഞ്ഞു. എക്സ്ട്രീം ഡയറ്റിങ് കാരണമൊക്കെ എൻ്റെ സ്ലീപ്പ് സൈക്കിളൊക്കെ ഭയങ്കര കുഴപ്പമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഓസ്ട്രേലിയ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് മൈ സ്ലീപ്പ് സൈക്കിൾ എവറിത്തിങ് ബിക്കേം എ ബിറ്റ് നോർമൽ. രാജുവിനെ എന്ന് നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്താലും രാജുവിന് ഒന്നുകൂടെ ചെയ്യണ്ടേ, രാജുവിന് ഈ ട്രാൻസ്ഫോർമേഷൻ ഒന്നുകൂടെ ചെയ്യണ്ടേ, അതാണ് ബ്ലസ്സേട്ടൻ്റെ അടുത്ത് എന്നും രാത്രി ചോദിച്ചോണ്ടിരുന്നത്. അപ്പോഴൊക്കെയും ബ്ലസ്സേട്ടനോട് പറഞ്ഞു, ബ്ലസ്സേട്ടാ അല്ലാതൊരു ചോയ്സ് ഉണ്ടോ? ഒരു ചോയ്സും ഇല്ല, നമ്മൾ ഓൾറെഡി ബ്ലസ്സേട്ടനും ഞാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്രയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നൗ ഐ ഹാവ് ടു സീ ഇറ്റ് ത്രൂ. അങ്ങനൊരു പ്രശ്നം ഞങ്ങൾക്ക് സെൻസ് ചെയ്ത് തുടങ്ങിയപ്പോൾ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ദീസ് ഈവനിങ് സോഷ്യൽസ്. വൈകുന്നേരം ആകുമ്പോൾ ആ വലിയ ഭക്ഷണം കഴിച്ചിരുന്ന വലിയ ഹാളിൽ സ്പീക്കറിൽ കൊണ്ടൊന്ന് പാട്ടിട്ടിട്ട് എല്ലാവരും കൂടെ ഡാൻസ് കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനഃപൂർവ്വം കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയൊരു കാര്യമാണ്. ഈ സിനിമ നേരിടാൻ വിധിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ എൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ പരീക്ഷണമാണ്. അത് ഞാൻ നേരിടുക എന്നേ ഉള്ളൂ. ലോകത്ത് നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പാൻഡമിക് വന്നു. നമ്മുടെ ഒരു 80-ൽ പരം ആൾക്കാരടങ്ങുന്ന ഒരു ടീം ജോർഡനിൽ വാദിറമിൽ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി. നമ്മളുടെ 60-70 ദിവസങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് ഈ പാൻഡമിക് പോലെ തന്നെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ജനറേഷണൽ എക്സ്പീരിയൻസ് ആണ്. ഒരു ജനറേഷണൽ എക്സ്പീരിയൻസ് കൈക്കൊണ്ട ഒരു ഷൂട്ടിംഗ് യൂണിറ്റാണ് ആട് ജീവിതത്തിൻ്റേത്. സിനിമയുടെ എഡിറ്റ് കാണുമ്പോൾ എവറിത്തിങ് വാസ് വർത്ത് ഇറ്റ് എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ ആ തോന്നലാണ് അതിൻ്റെ റിവാർഡ്. എവറിത്തിങ് വാസ് വർത്ത് ഇറ്റ്. 2019 ഫെബ്രുവരി മാർച്ച് സമയങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു 6 മാസത്തോളം, ഇൻഫാക്ട് 8 മാസത്തോളം നീണ്ടു നിന്ന ആടുജീവിതത്തിലേക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഞാൻ. ആ ഒരു 8 month ലോങ് പ്രോസസ്സിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ളൊരു അവസാനത്തെ 4 months കഴിഞ്ഞതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് 4 മാസത്തോളം ഞാൻ എല്ലാ സിനിമ വർക്കുകളും ഒക്കെ നിർത്തി വെച്ചിരുന്നു. കാരണം എനിക്ക് അത് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അയ്യപ്പനും കോശിയും ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് അവസാനം ഞാൻ അയ്യപ്പനും കോശിയുടെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാ ഷൂട്ടിങ്ങുകളും എല്ലാ സിനിമാ വർക്കുകളും ഞാൻ നിർത്തി വെച്ചിരുന്നു. പിന്നെ ഇൻഫാക്ട് ആ വലിയ കാലയളവിനിടയിൽ ഞാൻ ആകെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് അയ്യപ്പനും കോശിയും പ്രൊമോട്ട് ചെയ്യാനാണ് ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പോഴും ഞാൻ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഫുൾ ഒന്നും എത്തിയിട്ടില്ല. ഒരു ഫെബ്രുവരി മാർച്ച് സമയമൊക്കെ ആയപ്പോഴേക്കാണ് ശരിക്കും ഞാൻ നിങ്ങളിനി സിനിമയിൽ കാണാൻ പോകുന്ന ഒരു രൂപത്തിലേക്ക് ഓൾമോസ്റ്റ് എത്തിപ്പെട്ടത്. അപ്പോൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു 8 മാസക്കാലത്തെ എക്സ്ട്രീം ഡയറ്റിങ്ങും ഭയങ്കരമായ റിഗ്രസ് ആയിട്ടുള്ള വർക്കൗട്ടുകളും. എനിക്ക് പരിചയമുള്ള ഡയറ്റിങ്ങോ വർക്കൗട്ട്സോ ഒന്നും ആയിരുന്നില്ല ആ സമയത്ത്. കാരണം യൂഷ്വലി എനിക്ക് പരിചയമുള്ളത് ഒരു ജിമ്മിൽ പോവുക, നമ്മുടെ എസ്തെറ്റിക്കലി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന തരം വർക്കൗട്ട്സാണ് എനിക്ക് പരിചയം ഉണ്ടായിരുന്നത്. ഇതങ്ങനെ ആയിരുന്നില്ല. ഇതൊരു വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള കാർഡിയോവാസ്കുലർ എക്സസൈസസും ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങും അത് തന്നെ ഭയങ്കരമായിട്ട് കാലറിക് ഡെഫിസിറ്റിൽ നിൽക്കുക ത്രൂ ഔട്ട്. വളരെ കുറച്ച് ആൻഡ് ഇറ്റ് വാസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഫാസ്റ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് തന്നെ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് 16:8, 16 മണിക്കൂർ ഫാസ്റ്റിംഗ്, 8 മണിക്കൂർ വിൻഡോയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അത് പോയി ടുവേർഡ്സ് ദി എൻഡൊക്കെ 48 hours ഫാസ്റ്റിംഗ് വരെ റെഗുലറായിട്ട് ചെയ്യുമായിരുന്നു അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം. ആടുജീവിതത്തിൻ്റെ ഒരു ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സീൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ 72 hours ഫാസ്റ്റ് ചെയ്തിട്ടാണ് ആ സീൻ എടുക്കുന്നത്. അതിനും സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അത് ഏതാ സീൻ എന്നൊക്കെ ഞാൻ പറയാം.
അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഏറ്റവും പീക്ക് അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദ പ്ലാൻ വാസ് ദാറ്റ് ഫൈനലി നമ്മുടെ യൂണിറ്റ് ഇവിടുന്ന് എല്ലാം റെഡിയായി ജോർഡനിലേക്ക് പോകുമ്പോൾ ആ ഫൈനൽ 2 weeks ഞാൻ ഓസ്ട്രിയയിലെ വിവ മായർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിൽ ഐ വിൽ ഗോ ആൻഡ് ജോയിൻ. അവിടെ ഒരു 2 week പ്രോഗ്രാമിൽ ഇനി എന്തെങ്കിലും എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ഇതിനെ പുഷ് ചെയ്യാൻ പറ്റിയാൽ അതും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഓസ്ട്രിയയിൽ പോയി. ഇവിടെ റിമെമ്പർ ഞാൻ ഇവിടുന്ന് ബ്ലെസ്സേറിനെ വിളിച്ച് പറഞ്ഞു, ഫസ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ ദേ വെയിറ്റും ബോഡി എല്ലാ മറ്റ് ഫങ്ഷൻസും എല്ലാം മെഷർ ചെയ്തിട്ട് അവിടുത്തെ ഡോക്ടേഴ്സ് റിഫ്യൂസ്ഡ് ടു പുട്ട് മീ ഇൻ എ വെയിറ്റ് ലോസ് പ്രോഗ്രാം. അത് പറഞ്ഞാൽ ഇനി വെയിറ്റ് ലോസ് പറ്റില്ല, കാരണം ഓൾറെഡി ഐഡിയൽ വെയിറ്റിനേക്കാൾ ഒരുപാട് താഴെയാണ്, വെയിറ്റ് ലോസ് പറ്റില്ല എന്ന് പറഞ്ഞു. ബട്ട് ദെൻ അവരെന്നോട് പറഞ്ഞു, അപ്പോൾ ആ സമയത്ത് മൈ ഡയറ്റ്സ് യൂസ് ടു കീപ്പ് ഫ്ലക്ച്വേറ്റിങ്. അതായത് കുറേ നാൾ ഐ വാസ് ഓൺ കീറ്റോ, അതായത് അബ്സല്യൂട്ട്ലി നോ കാർബ്സ്. പിന്നെ കുറേ നാൾ അങ്ങനെ ഡയറ്റ്സ് യൂസ് ടു കീപ് ഫ്ലക്ച്വേറ്റിങ്. എനിക്ക് ട്രഡീഷണലി കഴിച്ച് പരിചയമുള്ള തരത്തിലുള്ള ഭക്ഷണ രീതികളൊന്നും ആയിരുന്നില്ല ഒരു 8 മാസക്കാലത്തേക്ക്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഈ 2 ആഴ്ച യൂസ് ദിസ് ടൈം ടു നിങ്ങളുടെ ഗട്ടിനെ ട്രീറ്റ് യുവർ സ്റ്റമക്ക് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ബാക്ക് ടു സം സെൻസ് ഓഫ് നോർമൽസി ഇൻ യുവർ ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. സോ ഐ റിമെമ്പർ ഐ വെന്റ് ദെയർ. ഞാൻ എനിക്കിവിടെ വെയിറ്റ് കുറഞ്ഞില്ല, ബട്ട് ഐ എൻഡഡ് അപ്പ് ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എൻഡഡ് അപ്പ് ഫീലിംഗ് ഗ്രേറ്റ്. അത്രയും നാളത്തെ ഒരു പല ഹാർഡ് കോർ ഡയറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഇത് മാറി ഐ എൻഡഡ് അപ്പ് ഫീലിംഗ് ഗ്രേറ്റ്. പക്ഷേ ഈ 2 ആഴ്ചയ്ക്ക് ശേഷം ബൈ ദ ടൈം ദ യൂണിറ്റ് വുഡ് ഹാവ് ഗോൺ ടു ജോർഡൻ, അവിടെ പോയി എല്ലാവരും സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓസ്ട്രിയയിൽ നിന്ന് വിയന്നയിൽ നിന്ന് ഞാൻ നേരെ ജോർഡനിലേക്ക് ഫ്ലൈ ചെയ്ത് ഐ വിൽ ജോയിൻ ദ ഷൂട്ട് എന്നായിരുന്നു പ്ലാൻ. എൻ്റെ ഈ പ്രോഗ്രാം തീരാറാകുന്ന അവസാനത്തെ ഒരു 5 to 6 days ഒക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് ഈ COVID-19 ഒരു പാൻഡമിക്കായി പ്രഖ്യാപിക്കുന്നതും അതൊരു ഒഫീഷ്യലി ഒരു പാൻഡമിക്കായി പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ മാറ്റങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്. ഓഫ്കോഴ്സ് മോഡേൺ ഈറയിൽ സംഭവിച്ചിരിക്കുന്ന ആദ്യത്തെ പാൻഡമിക്കാണ്. ആദ്യമായിട്ട് നമ്മൾ എയർ ട്രാവലിനെ കുറിച്ചും അതില്ലാത്തതിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു പാൻഡമിക്, ദ ഫസ്റ്റ് എവർ പാൻഡമിക് ഇസ് COVID-19. അപ്പം ഞാൻ ഓസ്ട്രേലിയയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പല രാജ്യങ്ങൾ പല ഭാഗത്ത് എയർ ട്രാവൽസിൽ ചില റെസ്ട്രിക്ഷൻസ് തുടങ്ങുന്നു എന്നൊക്കെ ഒരു പേടിയായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ബ്ലെസ്സേറിനെ വിളിച്ച് ചോദിച്ചു, ഞാനത് പ്രോഗ്രാം നിർത്തിയിട്ട് നേരെ ജോർഡനിലേക്ക് വരട്ടെ, കാരണം എന്തെങ്കിലും ഓസ്ട്രിയ ലോക്ക്ഡൗൺ മറ്റോ ആയാൽ എനിക്ക് ജോർഡനിലേക്ക് വരാൻ പറ്റാതെ ഇരിക്കുമോ എന്ന് ഞാൻ ബ്ലെസ്സേറിനോട് ചോദിച്ചപ്പോൾ എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ പ്രഷർ വേറൊന്നാണ്. അവിടെ പ്രഷർ എന്താണെന്ന് വെച്ചാൽ ജോർഡൻ ആ സമയത്ത് ഒരു കുഴപ്പവുമില്ല, പ്രത്യേകിച്ച് COVID-19 ഒരു സ്പ്രെഡോ കാര്യങ്ങളൊന്നും ജോർഡൻ അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം അക്കാബ പ്രോവിൻസ്, അവിടെ നോട്ട് ഈവൻ 1 case എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ ദർ ഇസ് ഒരു ഇംപെൻഡിങ് ഇന്റർനാഷണൽ ലോക്ക്ഡൗൺ. ചിലപ്പോൾ ഇന്റർനാഷണലി എല്ലാ രാജ്യങ്ങളും എയർ ട്രാവൽ നിർത്തുമോ, ഇന്ത്യ ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുമോ എന്നൊക്കെയുള്ളൊരു സൂചനകൾ മാത്രമേ അപ്പോഴും ഉള്ളൂ. അപ്പം ഞാൻ ബ്ലെസ്സേറിനോട് പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും ഓൾറെഡി അവിടെ എത്തി, ദ യൂണിറ്റ് ഇസ് ഓൾറെഡി സെറ്റപ്പ്. ഇനിയിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാതെ തിരിച്ചു പോകുന്നതിനേക്കാൾ നമുക്ക് ഷൂട്ട് പെർമിഷൻസ് ഉണ്ട്, വി വിൽ ട്രൈ ഷൂട്ടിങ്, അതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലെസ്സേറിനും പറഞ്ഞു ശരിയാണ്, എന്തായാലും എല്ലാവരും വന്നു. അപ്പം അതിൽ ഏറ്റവും വലിയ പ്രഷർ എന്ന് പറഞ്ഞാൽ ബ്ലെസ്സേറിന് മുമ്പിൽ എൻ്റെ ഈ 8 months ട്രാൻസ്ഫോർമേഷനാണ്. ഇത് യൂസ് ചെയ്യണമല്ലോ, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വേസ്റ്റ് ആകരുതല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വന്നത്. അങ്ങനെ ബ്ലെസ്സേറിനും ആ പ്രഷറുണ്ട്, എനിക്കും എത്രയും പെട്ടെന്ന് ഓസ്ട്രിയയിൽ നിന്ന് പോകണം എന്നുള്ള പ്രഷറുണ്ട്. പക്ഷേ ഫൈനലി എനിക്ക് വിയന്നയിൽ നിന്ന് ജോർഡനിലേക്ക് ട്രാവൽ ശരിയായപ്പോൾ ഇറ്റ് വാസ് എക്സാക്ട്ലി 1 day ആഫ്റ്റർ എൻ്റെ 14th day ഓഫ് ദ പ്രോഗ്രാം. സോ എൻ്റെ 2 week പ്രോഗ്രാം ഞാൻ കഴിഞ്ഞു. ആൻഡ് ആക്ച്വലി അന്ന് ആ ഒരു എക്സ്ട്രീം ഡയറ്റിങ് കാരണമൊക്കെ എൻ്റെ സ്ലീപ്പ് സൈക്കിളൊക്കെ ഭയങ്കര കുഴപ്പമായി തുടങ്ങിയിരുന്നു. ഈ ഓസ്ട്രേലിയ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് മൈ സ്ലീപ്പ് സൈക്കിൾ എവറിത്തിങ് ബിക്കേം എ ബിറ്റ് നോർമൽ. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ജോർഡനിലെത്തി. വി ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ഷൂട്ട്. അപ്പോഴും ജോർഡനിൽ വാദിറമിൽ ഷൂട്ടിങ്ങിന് തടസ്സങ്ങളൊന്നുമില്ല, നമ്മൾ ഷൂട്ട് ചെയ്തോളൂ. കാരണം നമ്മളൊരു സെക്ലൂഡഡ് ഏരിയയിലാണ്, നമ്മൾ ഒരു ഡെസേർട്ട് ക്യാമ്പിൽ താമസിച്ച് അവിടുന്ന് ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് പോയി ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഷൂട്ട് ചെയ്തോളൂ എന്നുള്ളൊരു നമ്മുടെ പെർമിഷൻ ഉണ്ട്, ഒഫീഷ്യലി വി ഹാവ് ബീൻ അലൗഡ് ടു ഷൂട്ട്. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുന്നു. ടു ബി വെരി ഫ്രാങ്ക്, ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീം ഫുൾ, എനിക്ക് തോന്നിയത് ഈ COVID-19 പറ്റി നമ്മൾ മറന്നുപോയി. കാരണം നമുക്ക് ഈ ഫോണിൽ കിട്ടുന്ന ഇന്ത്യയിൽ
2 ആഴ്ചത്തേക്ക് ലോക്ക്ഡൗൺ അല്ലെങ്കിൽ എയർ ട്രാവൽ ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. നമ്മൾ ഫോണിൽ കിട്ടുന്ന ന്യൂസുകളും ഇന്റർനെറ്റിൽ കാണുന്ന കാര്യങ്ങളുമാണ് നമുക്കിതുമായിട്ടുള്ളൊരു ഏക ബന്ധം. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനൊരു മഹാമാരിയുടെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. അവിടെ ഒന്നും ആ ഏരിയയിൽ തന്നെ ആർക്കും COVID-19 ബാധിച്ചതായി ഒരു ന്യൂസോ ഒന്നും ഇല്ല. അവിടെ മാസ്ക് ഇടണമെന്നോ അല്ലെങ്കിൽ PPE കിറ്റ് ഇടണമെന്നോ ഒന്നും അങ്ങനെ ഒരു റെഗുലേഷൻസും ഇല്ല. സോ നമ്മുടെ ക്യാമ്പിൽ നിന്ന് ഷൂട്ടിങ്ങിന് പോകുന്നു, ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലെത്തി മൊബൈലിൽ റേഞ്ച് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഡെസേർട്ട് ക്യാമ്പിലെ വൈഫൈ കണക്ഷൻ കിട്ടുമ്പോഴാണ് ഇന്ന് ഇങ്ങനെ നടന്നു എന്നൊക്കെ നമ്മൾ അറിയാം. സോ ഇറ്റ് വാസ് നോട്ട് നമ്മുടെ ഒരു ഡെയിലി ലൈഫിന്റെ പാർട്ട് ആയിരുന്നില്ല COVID-19 ഫോർ ദ ലോങ്സ്റ്റ് ടൈം. നമ്മളെ ഇത് അഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത് ഇസ് വെൻ ഫൈനലി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, എത്ര ദിവസം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ജോർഡേനിയൻ അതോറിറ്റീസ് വന്നിട്ട് ഷൂട്ടിംഗ് നിർത്തണം എന്ന് പറയുന്നത്. അപ്പോഴാണ് ശരിക്കും ഒരു ഇടുത്തി വീണ പോലെ ഞങ്ങൾ ഞെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് നിർത്തണം എന്നവർ അന്ന് പറയുമ്പോഴും മച്ച് ലൈക്ക് ദ ബിഗിനിങ് ഡേയ്സ് ഓഫ് ദ പാൻഡമിക് അവർ പറയുന്നത് ഇല്ലതൊരു ഈ ഒരു 1 വീക്ക് നിർത്തണം, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ 1 വീക്ക് നിർത്തണം, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങാമെന്നൊക്കെ പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്താ വിചാരിക്കുക, 1 വീക്ക് അല്ലേ, വി സ്റ്റേ ബാക്ക്, ഒരാഴ്ച നമ്മൾ പോയിട്ട് തിരിച്ചു വരണ്ടല്ലോ ഇത്ര ആൾക്കാർ. അങ്ങനെ തുടങ്ങിയാണ് പിന്നീട് ഒരു അനിശ്ചിതകാലത്തേക്ക് ഷൂട്ടിംഗ് നിർത്തി വെക്കുകയും നമ്മുടെ ഹോൾ ടീം ഒന്നും ചെയ്യാനില്ലാതെ വാദി റംല ഡെസേർട്ട് ക്യാമ്പിൽ സ്റ്റക്ക് ആവുകയും ചെയ്യുന്നത്. നമ്മളെല്ലാവരും അത്രയും നാൾ വാദി റംല ആ ക്യാമ്പിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുമ്പോഴും അഗെയിൻ ഞങ്ങൾക്കിടയിൽ COVID-19 എന്ന് പറയുന്നൊരു വിഷയം മറ്റെവിടെയോ നടക്കുന്ന ഒരു വലിയ ഫിനോമിനൻ പോലെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം അവിടെ അപ്പോഴും COVID-19 കേസസ് ഇല്ല, അവിടെ അപ്പോഴും മാസ്ക് റെഗുലേഷൻസോ അങ്ങനൊന്നും ഇല്ല, അവിടെ അതിൻ്റെ ഒരു ഭീതി ഇല്ല. നാട്ടിൽ നിന്ന് കേൾക്കുന്ന കഥകളിലാണ് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കൂടുതലും അറിയുന്നത്. പിന്നെ ഓഫ്കോഴ്സ് ഇന്റർനെറ്റിൽ വായിക്കുന്ന കാര്യങ്ങൾ. അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് ദ ജനറൽ സർക്കംസ്റ്റാൻസസ് അറൗണ്ട് ദ വേൾഡ് നമ്മുടെ ഷൂട്ട് പെർമിഷൻ ഡിനൈഡ് ആയത് നീണ്ടു പോയി. പിന്നെ ഷൂട്ടിംഗ് ഇപ്പോൾ ഇനി എന്തായാലും നമ്മുടെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട സീസണിനുള്ളിൽ തിരിച്ചൊരു പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് ഉള്ളൊരു വസ്തുത ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ക്രഷ്ഡ് ആയത് ബ്ലെസ് ചേട്ടനാണ്. ബ്ലെസ് ചേട്ടൻ അതിൽ ഏറ്റവും കൂടുതൽ ക്രഷ്ഡ് ആയത് തന്നെ നമ്മുടെ ഷൂട്ട് ഓഫ്കോഴ്സ് അതൊരു വലിയ ഇതാണ്, പക്ഷേ ഷൂട്ട് നിന്ന് പോയി എന്നുള്ളതല്ല. ബ്ലെസ് ചേട്ടൻ എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, രാജു ഇനി എന്ന് നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്താലും രാജു ഇനി ഒന്നുകൂടെ ചെയ്യണ്ടേ, രാജു ഇനി ഈ ട്രാൻസ്ഫോർമേഷൻ ഒന്നുകൂടെ ചെയ്യണ്ടേ. അതാണ് ബ്ലെസ് ചേട്ടനടുത്ത് എന്നും രാത്രി ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെയും ബ്ലെസ് ചേട്ടനോട് പറഞ്ഞു, ബ്ലെസ് ചേട്ടാ നമുക്കിപ്പോൾ എനിക്കതിനെ കാണാൻ പറ്റുന്നത് അല്ലാതൊരു ചോയ്സ് ഉണ്ടോ, അതായത് നമുക്കിപ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അതിനുള്ളൊരു ചോയ്സ് ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടത്. ഒരു ചോയ്സും ഇല്ല. നമ്മൾ ഓൾറെഡി ബ്ലെസ് ചേട്ടനും ഞാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്രയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നൗ ഐ ഹാവ് ടു സീ ഇറ്റ് ത്രൂ. അപ്പോൾ ഇനി ഇത് എത്ര നാൾ, ഇന്നിപ്പോൾ നമ്മൾ ഈ ഷെഡ്യൂൾ നിർത്തി തിരിച്ചു പോയാൽ ഇനി എത്ര ഓഫ്കോഴ്സ് ഏർലിയസ്റ്റ് പോസിബിൾ ഇസ് 1 വർഷം വെയിറ്റ് ചെയ്ത് അടുത്ത വർഷം അതേ സമയം, കാരണം ആ സീസണിൽ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂ, അടുത്ത വർഷം അതേ സമയം തിരിച്ചു വരിക എന്നുള്ളതാണ്. അതുപോലും നടന്നില്ല. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോഴും ബ്ലെസ് ചേട്ടൻ ചോദിച്ചുകൊണ്ടിരുന്നു, രാജു ഇനി 8 മാസത്തെ രാജുവിൻ്റെ ഈ കഷ്ടപ്പാട് ഒന്നുകൂടി ചെയ്യണ്ടേ, ഒന്നുകൂടി ചെയ്യണം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്കിടയിലെ പേഴ്സണൽ ഡിസ്കഷൻ അതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു തരത്തിൽ വി വർ ഫോർച്ചുനേറ്റ്. കാരണം നമ്മൾ ആ ഡെസേർട്ട് ക്യാമ്പിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വി ഹാഡ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ്, സേഫ് അക്കോമഡേഷൻ, വി ഹാഡ് കമ്പനി, പരസ്പരം കാണാൻ പറ്റില്ല. ആ സമയത്ത് നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. അതായത് ഇപ്പോൾ എൻ്റെ ചേട്ടന് എൻ്റെ അമ്മയെ കാണാൻ പോകാൻ പറ്റില്ല, ലോക്ക്ഡൗൺ ആണല്ലോ. ഇപ്പോൾ എൻ്റെ സുപ്രിയയുടെ അച്ഛൻ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയാണ്. ഞങ്ങൾക്കതൊന്നും ഇല്ല. വി ആർ ഓൾ ഹാവിങ് ഡിന്നർ ടുഗെദർ. നമ്മളൊരു 85 പേര് ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ പാലിക്കുന്നൊന്നുമില്ല. പക്ഷേ ദ പ്രോബ്ലം സ്റ്റാർട്ടഡ് വെൻ വി റിയലൈസ്ഡ് എന്ന് തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ആർക്കും തരാൻ കഴിയുന്നില്ല. നമ്മളത് ആരെ വിളിച്ചാലും, കോൺസുലേറ്റിൽ വിളിച്ചാലും തിരിച്ച് നാട്ടിൽ വിളിച്ചാലും മിനിസ്ട്രി ആയിട്ട് കോൺടാക്ട് ചെയ്താലും ഒക്കെ ഇത്രാം തീയതി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് സ്വാഭാവികമായിട്ടും ആർക്കും ആ സമയത്ത് ഒരു ഗ്യാരണ്ടിയോ ഒരു ഉറപ്പോ ഒന്നും തരാൻ കഴിയാത്ത അവസ്ഥയാണ്. ദാറ്റ് സ്റ്റാർട്ടഡ് ബിക്കമിങ് എല്ലാവർക്കും ഒരു എന്താ ക്രൂവിൻ്റെ ഇടയിൽ ഒരു ഡിപ്രഷൻ, ഫ്രസ്ട്രേഷൻ. കാരണം അവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് എത്ര നാളായിരിക്കും നമ്മൾ രാവിലെ എണീക്കുക, ഇൻ ദ മിഡിൽ ഓഫ് ദ ഡെസേർട്ട്, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, തിരിച്ചു വരിക, വീണ്ടും എല്ലാവരും ഐപാഡിലോ ലാപ്ടോപ്പിലോ എന്തെങ്കിലും സിനിമ കാണുക,
ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആകുമ്പോൾ വീണ്ടും പോയി ഒരുമിച്ച് ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഉച്ച കഴിഞ്ഞ് വീണ്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങി. ഇതിങ്ങനെ ഡേ ആഫ്റ്റർ ഡേ കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ എ പോയിന്റ് എല്ലാവർക്കും ഒരു ഫ്രസ്ട്രേഷൻ, ഡിപ്രഷനൊക്കെ വന്നു തുടങ്ങി. ഇൻ ദ സെൻസ് എത്ര നാളിന് ഇവിടെ ഇങ്ങനെ നിൽക്കും, എപ്പോൾ തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റും. കാരണം ഞങ്ങളവിടെ ഡിസൈഡ് ചെയ്തിരുന്ന നമ്പർ ഓഫ് ഷൂട്ടിംഗ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഒരുപാടായി. നമ്മൾ ഷൂട്ടിങ്ങും ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ദിവസങ്ങൾ. ആ സമയത്താണ് ശരിക്കും പ്ലസ് ചേട്ടന് ഞാനൊക്കെ തീരുമാനിച്ചത്, നമ്മളൊരു എവറി 3 or 4 days ഡിന്നർ ടൈമിലോ അല്ലെങ്കിൽ ലഞ്ച് ടൈമിലോ എല്ലാവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കണം. വി ഹാവ് ടു അഡ്രസ് തിങ്സ് വിത്ത് എവ്രി വൺ. എന്നിട്ട് മനഃപൂർവ്വം അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് സെൻസ് ചെയ്ത് തുടങ്ങിയപ്പോൾ വി സ്റ്റാർട്ടഡ് ഡൂയിങ് ദീസ് ഈവനിങ് സോഷ്യൽസ്. വൈകുന്നേരം ആകുമ്പോൾ ആ വലിയ ഭക്ഷണം കഴിച്ചിരുന്ന വലിയ ഹാളിൽ സ്പീക്കറിൽ കൊണ്ടൊന്ന് പാട്ടിട്ടിട്ട് എല്ലാവരും കൂടെ ഡാൻസ് കളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനഃപൂർവ്വം കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങിയ ഒരു കാര്യമാണ്. കാരണം വി ഡിഡ്ന്റ് വാണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ലോയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ബട്ട് ഈ പറയുന്ന പോലെ ഈ നമ്മളെല്ലാവരും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദാറ്റ് യു ബിക്കം ക്ലോസർ, ദാറ്റ് യു ബിക്കം മോർ കളക്റ്റീവ് ആസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് പോലെ ഐ തിങ്ക് ദാറ്റ് സോ അസ് ത്രൂ. അതാണ് ശരിക്കും നമ്മളെ ഒരു സ്ട്രെങ്ത് തന്നത്. അപ്പോഴും ഈവൻ ടുവേർഡ്സ് ദി എൻഡ് ഫൈനലി ഓക്കെ ഇത്രാം തീയതിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകാൻ സാധിക്കും എന്നുള്ളൊരു സൂചന കിട്ടി. നമ്മൾ അവിടുന്ന് ഒരു യൂണിറ്റ് എല്ലാം പാക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും ബ്ലസ് ചേട്ടൻ്റെ എപ്പോഴത്തെയും ചോദ്യം, രാജു ഇനി, ബിക്കോസ് മെയിൻറ്റെയിനിങ് ദാറ്റ് വാസ് ഇമ്പോസിബിൾ. അത് അങ്ങനെ ഒട്ടും ഇറ്റ്സ് യു കാൺ, ഞാൻ അന്ന് എത്തി നിന്നൊരവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു വലിയ ഗുണം ആ സമയത്ത് കിട്ടിയത്, നമുക്ക് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഷൂട്ട് പെർമിഷൻസ് ഡിനൈഡ് ആകുന്നതിന് തൊട്ട് മുമ്പ് ഷൂട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, സിനിമയുടെ ഏറ്റവും കോർ ഈ ട്രാൻസ്ഫർമേഷൻ ഭയങ്കരമായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട കുറച്ച് സീനുകളാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. എന്നാലും ഇറ്റ് വാസ്, അതുകൊണ്ട് എനിക്ക് തിരിച്ചത്രയും മെലിയേണ്ട അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ല. അഗൈൻ ഐ ഹാഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ സെയിം ഷേപ്പ്. അവിടുന്ന് ലാസ്റ്റ് ഡേ ഡിസ്പേഴ്സ് ആയി പോകുമ്പോഴും ബ്ലസ് ചേട്ടൻ, എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കണ്ണൊക്കെ അറിഞ്ഞിട്ട് ഇനി ഇത് വീണ്ടും ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞു ബ്ലസ് ചേട്ടൻ അത് വിട്ടേക്കൂ, അത് എൻ്റെ ഒരു പേഴ്സണൽ ജേർണി ആയിട്ട് ഞാൻ അതിനെ കണ്ടോളാം, ഇറ്റ്സ് ഓക്കെ. ഇപ്പം ഇതിൻ്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ഇതിനിയും നടക്കില്ല എന്ന് പറഞ്ഞ് യു അക്സെപ്റ്റ് ഡിഫീറ്റ്, അതല്ലെങ്കിൽ ഓക്കെ ഈ സിനിമ നേരിടാൻ വിധിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ എൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫിസിക്കൽ പരീക്ഷണമാണ്, അത് ഞാൻ നേരിടുക എന്നേ ഉള്ളൂ. അതിനുശേഷം 2 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് വീണ്ടും നമുക്ക് ആദ്യം അൽജീരിയയിലാണ് സെക്കൻഡ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. അവിടെ ഷൂട്ട് തുടങ്ങാൻ സാധിച്ചത്. വീണ്ടും അൽജീരിയയിലേക്ക് പോകുന്നതിനൊരു 6 months 6 മാസങ്ങൾക്ക് മുമ്പ് ഐ സ്റ്റാർട്ടഡ് ദ ഹോൾ ട്രാൻസ്ഫോർമേഷൻ അഗെയിൻ. ആൻഡ് എന്തോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ സമയത്ത് ഐ റിമെമ്പർ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഒരു മീറ്റിങ്ങിൽ ഞാൻ എൻ്റെ 2ാമത്തെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങുന്ന ദിവസം വി ഹാഡ് എ മീറ്റിംഗ്. ബിക്കോസ് എൻ്റെ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ, ഷൂട്ടിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഞാനന്ന് അവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്, ഞാൻ ബ്ലസ് ചേട്ടാ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, 120% എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് ഞാൻ ചെയ്യും. ഞാൻ അത് ചെയ്യുന്ന ഏറ്റവും അങ്ങേയറ്റം വരെ ഞാൻ പോകും. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെ ചെയ്തോ അതും അതിനപ്പുറവും ഞാൻ ചെയ്യും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ഇഫക്റ്റ് അതിന് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ പറഞ്ഞ പോലെ മേ ബി ഇറ്റ് വാസ് മെന്റ് ടു ബി. സെക്കൻഡ് ടൈം ഐ കുഡ് ഡൂ ദാറ്റ്. 2ാമത്തെ പ്രാവശ്യം ഞാൻ അൽജീരിയയിൽ എത്തിയപ്പോഴും ശരിക്കും ബ്ലസ് ചേട്ടനൊക്കെ എന്തോന്ന് ആദ്യം പറഞ്ഞതാ, എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, എങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ 2 സൈക്കിൾ ഓഫ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ശരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മെമ്മറി. അതിലെ ദ ഫസ്റ്റ് ടൈം ഐ ഡിഡ് ഇറ്റ് അതായിരുന്നു ഏറ്റവും കൂടുതൽ ഹാരോയിങ്. കാരണം അതിന് മുമ്പ് എൻ്റെ ബോഡി ഒന്നും അങ്ങനെ ഒരു ഇതിൽ എക്സ്പീരിയൻസ് കൂടെ കടന്നു പോയിട്ടില്ല. അതിൻ്റെ പീക്ക് സ്റ്റേജിൽ നിന്നപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് നിന്നുപോയി. ലോകത്ത് നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു പാൻഡമിക് വന്നു. നമ്മുടെ ഒരു 80-ൽ പരം ആൾക്കാരടങ്ങുന്ന ഒരു ടീം ജോർഡനിൽ വാദിറമിൽ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി. നമ്മളുടെ 60-70 ദിവസങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത് ഈ പാൻഡമിക് പോലെ തന്നെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ജനറേഷണൽ എക്സ്പീരിയൻസ് ആണ്. ഇനിയും ഒരു പക്ഷേ എന്നല്ല, അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഒരു ഷൂട്ടിംഗ് യൂണിറ്റിന് ഇനിയും വരാൻ പാടില്ലാത്ത വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടി, എനിക്ക് കിട്ടി.
സോ ഒരു ജനറേഷണൽ എക്സ്പീരിയൻസ് കൈക്കൊണ്ട ഒരു ഷൂട്ടിംഗ് യൂണിറ്റാണ് ആടുജീവിതത്തിൻ്റേത്. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലി ഇപ്പോൾ സീ ദ ഫിലിം, സിനിമയുടെ എഡിറ്റ് കാണുമ്പോൾ എവറിത്തിങ് വാസ് വർത്ത് ഇറ്റ് എന്നുള്ളൊരു തോന്നൽ വരുമല്ലോ. അപ്പോൾ ആ തോന്നലാണ് അതിൻ്റെ റിവാർഡ്. എവറിത്തിങ് വാസ് വർത്ത് ഇറ്റ്.